വിക്രമാദിത്യ രാജാവിന് പുരാണ സംബന്ധമായ വല്ല സംശയം ഉണ്ടെങ്കിൽ പണ്ഡിതനും ബ്രാഹ്മണശ്രേഷ്ഠനുമായ വരരുചിയായിരുന്നു ആ സംശയമൊക്കെ തീർത്തു കൊടുത്തിരുന്നത്. ഒരു ദിവസം രാജാവ് ചോദിച്ചു, രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ വാക്യം ഏതാണ്? പെട്ടെന്ന് വരരുചിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. രാജാവിന് ദേഷ്യം വന്നു. 41 ദിവസം ആരോടെങ്കിലും ചോദിച്ചാണെങ്കിൽ എനിക്ക് ഇതിന് ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. വരരുചി പലരോടും അന്വേഷിച്ചു. എല്ലാ ഭാഗങ്ങളും പ്രസക്തമാണ് എന്ന മറുപടി മാത്രമാണ് കിട്ടിയത്. അന്വേഷിച്ച് വലഞ്ഞ് ക്ഷീണിച്ച് അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. ഈ സമയം ആ മരത്തിൽ വസിക്കുന്ന വനയക്ഷിമാർ സംസാരിക്കുന്നത് വരരുചി ശ്രദ്ധിച്ചു. ഒരു യക്ഷി മറ്റേ യക്ഷിയോട് ചോദിച്ചു, നീ അറിഞ്ഞോ, ഈ അടുത്ത് ഒരു പ്രസവം നടന്നു. അത് ഒരു പറയുകയാണ്, പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞ് വളരുമ്പോൾ അതിനെ വിവാഹം കഴിക്കുന്നത് രാമായണത്തിലെ പ്രസക്ത വാക്യമായ രാമൻ ദശരഥ വിധി മാം വിധി ജനകാത്മജ അയോധ്യ മടവിയും വിധിയും ഗച്ഛത് യഥാസു ഇതാണെന്നറിയാത്ത ബ്രാഹ്മണനായ വരരുചിയാണ്. ഇത് കേട്ട വരരുചിക്ക് സന്തോഷവും ഒപ്പം സങ്കടവും ഉണ്ടായി. രാജാവിനുള്ള മറുപടി കിട്ടി. പക്ഷേ ബ്രാഹ്മണനായി താൻ പറയപ്പെണ്ണെ കല്യാണം കഴിക്കേണ്ടി വരും. എന്തായാലും വരരുചി രാജാവിനുള്ള മറുപടി കൊടുക്കുന്നു. പിന്നീട് ഒരു അപായ സൂചന നൽകുന്നു. തൊട്ടടുത്തൊരു പറയും പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞ് വളർന്നു വന്ന ഈ നാട് നശിക്കുമെന്ന് അറിയിക്കുന്നു. പിന്നെ എല്ലാവരുടെയും തീരുമാനപ്രകാരം കുഞ്ഞിനെ ഒരു ചങ്ങാടത്തിൽ തലയിൽ പന്തം കൊളുത്തി